ഹലോ കൂട്ടുകാരെ, ഞങ്ങൾ വൈകുന്നേരം ഒന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ് കേട്ടോ. ഞാനുണ്ട്, മോനുണ്ട്, ഭാര്യയുണ്ട്, കുട്ടിയുണ്ട്. അങ്ങനെ ഞങ്ങളിതാ പുറത്തേക്ക് ഇറങ്ങി. നല്ലൊരു മഴയൊക്കെ തോർന്നിട്ടിരിക്കുന്ന സമയമാണ് കേട്ടോ. റോട്ടിലൊക്കെ ഭയങ്കര തിരക്കാണ്. അത് ഞങ്ങളിതാ തേജസിൻ്റെ മുന്നിലെ സാസ് ബേക്കറിയിലേക്കാണ് കയറിയിരിക്കുന്നത് കേട്ടോ. മോൻ്റെ കുട്ടിയുടെ സെക്കൻഡ് ബർത്ത്ഡേ ആണ്. അപ്പോൾ കേക്ക് ഓർഡർ ചെയ്യാനായിട്ട് പോയതാണ്. ആദ്യത്തെ ഫസ്റ്റ് ബർത്ത്ഡേക്ക് ഇവിടുന്ന് തന്നെയാണ് കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. നല്ല കേക്കാണ്. അത് ഞങ്ങളിതാ കയറി. കയറാൻ അവിടെ എത്തി നോക്കുമ്പോഴേക്കുണ്ടല്ലോ, പുഷാണോ പുള്ളാണോ എന്നപ്പോൾ ഒരു സംശയമാണ് അവിടെ എത്തിയ. ഏത് വാതിൻ്റെ അവിടെ എത്തിയാലും അങ്ങനെ ഒരു സംശയമുണ്ട്. നിങ്ങൾക്കുണ്ടോ അങ്ങനെ? അത് ഞങ്ങളതാ കയറി കേക്കൊക്കെ ഓർഡർ ചെയ്തു. ഞങ്ങളതാ കേക്ക് നല്ലൊരു കേക്കൊക്കെ ഓർഡർ ചെയ്ത് ഞങ്ങളിതാ തിരിച്ചു പോന്നു കേട്ടോ. ഇവിടെ എത്തിയതാ പച്ചക്കറി കടയിൽ കയറി. ഇതാ മോൻ്റെ കുട്ടിയാണത്. ഓടിയോണ്ട് നടക്കുകയാണ് കേട്ടോ അവള്. അതും ഇതും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയോണ്ട് നടക്കുന്നുണ്ട്. ഞങ്ങളാണെങ്കിൽ പച്ചക്കറിയൊക്കെ തിരഞ്ഞെടുക്കുകയാണ്. കണ്ടില്ലേ മോൻ്റെ ഭാര്യ. അങ്ങനെ പച്ചക്കറിയൊക്കെ തിരഞ്ഞെടുക്കുകയാണ്. അവളതാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിയോണ്ട് നടക്കുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ കൂടെ കോഴിമുട്ട എടുത്ത് പൊട്ടിക്കേണ്ടതായിരുന്നു. അല്ലേ അപ്പം അതിൻ്റെ പൈസ ഇവിടെയും കൊടുക്കേണ്ടി വന്നിരുന്നു. അങ്ങനെ ഞങ്ങളിതാ പച്ചക്കറിയൊക്കെ മേടിച്ചു. കണ്ടില്ലേ മോൻ്റെ കുട്ടി എപ്പോഴും ഓടിയോണ്ട് നടക്കുന്നുണ്ട്. ഇതെടുക്കണു ചെറുനാരങ്ങ എടുത്തിട്ട് നെല്ലിക്കയിൽ വെക്കണു, നെല്ലിക്ക എടുത്തിട്ട് ചെറുനാരങ്ങയിൽ വെക്കണു. അങ്ങനെ ഓടിയോണ്ട് നടക്കുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ അതെടുത്തിട്ട് അങ്ങനെ ഞങ്ങളിതാ സാധനങ്ങളൊക്കെ വാങ്ങി. മോനാണ് കേട്ടോ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരുന്നത്. വന്നാൽ പിന്നെ ഞങ്ങൾ അങ്ങനെയായിട്ട് പോന്നിട്ട് ജസ്റ്റിയുടെ കടയിൽ, ഞങ്ങൾ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ജസ്റ്റിയുടെ കടയിൽ വെറ്റിലി മുകലൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വാങ്ങിക്കാനായിട്ട് അവിടേക്ക് കയറിയിട്ടോ. അങ്ങനെ കയറി അതൊക്കെ വാങ്ങിച്ചു. ഇനി വീട്ടിലേക്ക് വേഗം പോകണം. എന്താ വെച്ചാൽ അമ്മ വീട്ടിലുണ്ട്, അമ്മയും ഏട്ടനും വീട്ടിലിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും അവരെ ചോറ് ഊറ്റിയിട്ടൊന്നുമില്ല. അപ്പോൾ അത് ഊറ്റി ചോറൊക്കെ കൊടുക്കണം. അപ്പോൾ ഇനി നാളെ ഇതാണ് ഇന്നത്തെ എൻ്റെ വിശേഷം. ഇനി നാളെ വേറെ ഒരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്നാൽ ശരി.